നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് ഭയങ്കരമായിട്ട് എല്ലാവരും ഇതിന്റെ ബാക്കിലേ പോകും എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു പതിവ് അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഇത് വന്നിട്ട് ആൺ പെൺ അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. ആണിനും ചെയ്യാം, പെണ്ണിനും ചെയ്യാം. ശരിയാ? കാരണം തമ്പനയില് കണ്ടിട്ട് കുറച്ചു പേരെങ്കിലും ഇത് ഡൗട്ട് തോന്നും, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോരുത്തരെ എടുത്ത് നോക്കിയാൽ ആർക്കാണ് നല്ല ഭംഗിയായിട്ട് അഴകായിട്ടും വശീകരണമായിട്ടും എല്ലാം ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തത്? ഓരോരുത്തരും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നു. ഓരോരുത്തരും അവരുടെ സാമ്പത്തികവും ഇഷ്ടവും അനുസരിച്ച് ചെയ്യുന്നു. അതെല്ലാം അവർ നല്ലതായിരിക്കണം എന്ന ഒരു കരുതലിലാണല്ലോ ചെയ്യുന്നത്. ഒരു ചില പേര് വന്നിട്ട് പറയാറുണ്ട്, ഇത് ദൈവം തന്നതാണ്, അത് എങ്ങനെയുള്ള അഴകായാലും നമ്മളത് ഏറ്റുവാങ്ങിയേ മതിയാവൂ എന്ന്. അത് 100% കറക്റ്റ് ആണ്. എന്നാൽ ഇതെല്ലാം ഇരുന്നാലും ഇന്നും കുറച്ചുകൂടെ അഴകായിട്ട് നമ്മൾ കാണിക്കുന്നതിന് നമ്മളാലെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ പെൺകുട്ടികളായാലും മുതിർന്നവരായാലും പെണ്ണുങ്ങൾ എന്ന് വന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലേഡീസിനെ നോക്കിക്കഴിഞ്ഞാൽ അവര് വീട്ടിലിരിക്കുന്ന പൊരുൾകൾ വെച്ച് കെമിക്കൽ യൂസ് ചെയ്യാതെ ഫേസിൽ ഓരോന്നും അപ്ലൈ ചെയ്ത് ഭംഗി കൂട്ടുന്നവരുണ്ട്. ശരിയല്ലേ? അതുപോലെ തന്നെ ആണുങ്ങളെ എടുത്താലും അവരും അവർക്ക് പറ്റുന്ന പൊരുൾകൾ വെച്ച് അവരും ഫേസ് എല്ലാം മിനുക്കാറുണ്ട്. നമ്മുടെ മുഖം നല്ല തിളങ്ങിയിരിക്കണം. ദാറ്റ് മീൻസ് മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കൊടുക്കണം, ഒരു അട്രാക്ഷൻ കൊടുക്കണം. അങ്ങനെയാണല്ലോ എല്ലാവരും കരുതുന്നത്. പളപളാന്ന് വെട്ടിത്തിളങ്ങണം. മുഖം നോക്കിയാൽ ഒരു തേജസ് ഉണ്ടാവണം, ഒരു ദൈവിക ചൈതന്യം ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും ആശ. മനസ്സിലെ അങ്ങനെയൊക്കെ കരുതുന്നവരാണ് എല്ലാവരും. അത് ഓപ്പൺ ആയിട്ട് ആരും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പളപളപ്പായ മുഖത്തിനെ, അഴകായ ഒരു മുഖത്തിനെ, ഒരു വശീകരണ ശക്തിയുള്ള ഒരു മുഖത്തിനെ നമുക്ക് തരാൻ പറ്റുന്ന ഒരു സ്വിച്ച് വേർഡാണ് ഞാനിന്ന് നിങ്ങൾക്ക് പകർന്നു തരാൻ പോകുന്നത്. പൊതുവെ സ്വിച്ച് വേർഡ് വന്നിട്ട് ഇംഗ്ലീഷിൽ, ആംഗലേയത്തിലല്ലേ ഇരിക്കുന്നത്. മലയാളത്തിലോ തമിഴിലോ ഒന്നും ഇരിക്കില്ല. സോ ഇംഗ്ലീഷില് നമ്മൾ എന്ത് വാക്യമാണ് ഉച്ചരിക്കേണ്ടത് അത് നോക്കിയാല് ഡിവൈൻ ഗ്ലോ, 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 ഡിവൈൻ ഗ്ലോ. ഡിവൈൻ മീൻസ് ദൈവീകം. ഗ്ലോ എന്താ വെച്ചാല് അതിനെന്താ പറയാ, ഒരു പളപളപ്പായിട്ട് തിളക്കമായിട്ടിരിക്കുന്നത്. ശരിയാ? ഡിവൈൻ ഗ്ലോ. ഈ രണ്ട് വേർഡ്സ്, ഈ രണ്ട് വാക്യങ്ങളെ നിങ്ങൾ കുറഞ്ഞത് 9 times 9 തവണ ഉച്ചരിച്ചാലേ മതി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വന്നിട്ട് കണ്ണാടിയിൽ ഇപ്പോൾ നമ്മുടെ മുഖം നോക്കുമല്ലോ, അത് തലമുടി കെട്ടുമ്പോഴോ നിങ്ങൾ പൗഡർ ഇടുമ്പോഴോ മേക്കപ്പ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കാറുണ്ടല്ലോ. നിങ്ങൾ വന്നിട്ട് ഡിവൈൻ ഗ്ലോ ഈ വേർഡ് ഉച്ചരിക്കാവുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് മുഖത്ത് ഇപ്പം സോപ്പ് കൊണ്ട് നിങ്ങൾ മുഖം കഴുകുകയോ അല്ല, നിങ്ങൾ ഫേസ് പാക്ക് ഒക്കെ ഇടുമല്ലോ, വീട്ടിൽ വാങ്ങി വെച്ച് ഫേസ് പാക്ക് ഒക്കെ ഇടുമല്ലോ, അത് വീട്ടിലെ സാധനമായി ഇരുന്നാലും ശരി, പൊരുൾക്കൾ വെച്ച് ചെയ്താലും ശരി, നിങ്ങൾ വന്നിട്ട് കടയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഓരോ ഫേസ് പാക്കും വാങ്ങാൻ കിട്ടുമല്ലോ, പേൾ ഫേഷ്യൽ എന്നും ഡയമണ്ട് ഫേഷ്യൽ എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫേസ് പാക്കുകൾ വാങ്ങുമല്ലോ. അത് നിങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തിനും നിങ്ങൾക്ക് ഈ രണ്ട് വേർഡ് ഉച്ചരിക്കാവുന്നതാണ്. ഇത് വന്നിട്ട് നിങ്ങൾ ഡെയിലിയും ഉച്ചരിച്ചുകൊണ്ടേ വരിക. നിങ്ങൾക്ക് എപ്പോൾ പറ്റുന്നു അപ്പോഴെല്ലാം നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേ വരിക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ഗ്ലോ ആയിട്ട് ഒരു ഫേസ് നല്ല പളപളപ്പായിരിക്കണം, വശീകരണമായിട്ടിരിക്കണം, മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യണം, ദൈവിക ചൈതന്യം നിങ്ങൾക്ക് വന്നു ചേരണം,
ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് അത്തരത്തിലുള്ള ഒരു ഫേസ് നിങ്ങൾക്ക് വന്നു ചേരും. സോ ഇത് വന്ന് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കോളുക. ഇനി നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ട് വരും, എന്താ നിങ്ങൾ ഈ പറയുന്നത്, ഈ 2 വേർഡ് മാത്രം ഞാൻ ഉച്ചരിച്ചാൽ മതിയോ, ഞാനങ്ങ് സുന്ദരിയായി മാറുമോ, എനിക്കങ്ങ് അഴക് എടുത്ത് കിട്ടുമോ? ഇങ്ങനെയെല്ലാം നിങ്ങൾ ചോദിച്ചുകൊണ്ട് വരും. അത് ഒബിയസ്ലി എല്ലാവർക്കും ഡൗട്ട് തോന്നാം. ബട്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഈ വാർത്തകൾക്ക്, ഈ സ്വിച്ച് വേർഡിന് അത്രയ്ക്കും ശക്തി ഇരിക്കുന്നുണ്ട്. വാക്യങ്ങളാലെയാണ് നമ്മുടെ ജീവിതമേ ഇരിക്കുന്നത്. ശരിയാ? സോ നമ്മൾ പറയുന്ന ഓരോ വാക്യങ്ങൾക്കും, അത് സ്വിച്ച് വേർഡ് ആയാലും ശരി, മന്ത്രങ്ങളായാലും ശരി, അതിനെല്ലാം ഓരോ അർത്ഥങ്ങളും ഇരിക്കുന്നുണ്ട്, ഓരോ അതിശയങ്ങളും ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നമ്മളത് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. നമ്മൾ ഡിവൈൻ ഗ്ലോ എന്നത് കുറഞ്ഞത് 9 ടൈംസ് ചൊല്ലുമ്പോൾ അത് നമ്മുടെ മനസ്സിനകത്ത് പോയി ആഴമായിട്ട് പതിഞ്ഞിട്ട് നമ്മൾക്കുള്ളിൽ അത് വർക്കൗട്ട് ആകും. അത് അപ്പോൾ തന്നെ വേല ചെയ്യാൻ സ്റ്റാർട്ടാവുമെന്നാണ് അർത്ഥം. ശരിയാ? സോ ഈ വേർഡ് ഡിവൈൻ, DIVINE, ഗ്ലോ, GLOW, ഗ്ലോ, ഇതാണ് ആ വേർഡ്സ്. സോ നേരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇത് ചെയ്തോളുക. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഇതിന് റൂൾസോ റെസ്ട്രിക്ഷൻസോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇതിനൊരു റൂൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പീരീഡ്സ് ടൈമിൽ ഇത് ചെയ്യരുത്. നോൺ വെജ് കഴിച്ചെന്നോ പുലവാലായ്മയെന്നോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പീരീഡ്സ് ടൈമിൽ മാത്രം ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ വേറെ ഒന്ന് എന്താ വെച്ചാൽ, ഇത് നിങ്ങൾ 9 ടൈംസ്, കുറഞ്ഞത് 9 ടൈംസ് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറയുക. കൂട്ടത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുകയും ആവാം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് ചെയ്യുമ്പോഴാണ് അതിന് പവർ അധികമായിരിക്കുന്നത്. എന്ന് ചോദിച്ചാൽ അപ്പുറം നമ്മൾ ഉച്ച കഴിഞ്ഞ് ചെയ്താലോ രാത്രി ചെയ്താലോ ഇതിന് പവർ ഇല്ല എന്നല്ല. ബട്ട് മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ ഭയങ്കര വലുതാണ്. കാരണം പ്രപഞ്ചം നമുക്ക്, യൂണിവേഴ്സ് നമുക്ക് തരുന്നതാണിത്. സോ ഏർലി മോർണിംഗ് ടൈമിനൊന്നും ഒരു തരത്തിലുള്ള കെട്ടുപാടുകളോ ശബ്ദമോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റും. മനസ്സിൽ വേറെ ഒരു ചിന്തകളും ഇല്ലാതെ എനിക്ക് നല്ല മനസ്സിന്, എൻ്റെ മനസ്സിന് ഞാൻ സമാധാനത്തോടും സന്തോഷത്തോടു കൂടെയും വിശ്വാസത്തോടു കൂടെയുമാണ് ഇത് പറയുന്നത്. എനിക്ക് മറ്റുള്ളവർ ആകർഷിക്കുന്ന രീതിക്ക് എൻ്റെ സൗന്ദര്യം എനിക്ക് ഒന്ന് പളപളപ്പാക്കി തരിക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങളിത് ചെയ്തോളുക. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ കളറൊന്നും വെച്ചില്ലെങ്കിലും മറ്റുള്ള ഒരാൾ നിങ്ങളെ നോക്കുമ്പോൾ ആ കുട്ടി ദൈവിക ചൈതന്യമായി തോന്നുന്നു ഫേസ് കണ്ടാൽ, അങ്ങനെ പറയാൻ പറ്റുന്ന രീതിക്ക് മുഖത്തിനൊരു ഐശ്വര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. ശരിയാ? എല്ലാം ക്ലിയർ ആയില്ലേ? ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ, അതായത് സ്വിച്ച് വേർഡ്, ഏഞ്ചൽ നമ്പേഴ്സ്, മന്ത്രാസ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വിശ്വാസത്തോടെ യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളുക. അത് ഞാൻ സൗകര്യം പോലെ നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ്. മാത്രമല്ല നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അടുത്ത ആഴ്ച മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.